ഡൽഹിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിലേക്കുള്ള 15 പേരുടെ പട്ടിക ദേശീയ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആരാകും ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ കാര്യമായ ആകാംക്ഷയുണ്ട്. രണ്ടുപേരുടെ പേരുകൾ സ്ഥിരം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരിൽ ഒരാൾ തന്നെ ആകും എന്നുള്ള രീതിയിൽ വിവരങ്ങളും എത്തുന്നു. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഓരോ MLA-മാർക്കും മന്ത്രിസഭയിൽ കൊടുക്കും എന്നുള്ള രീതിയിലും പറയുന്നു. എന്താണ് വിവരങ്ങൾ? സ്മിത, പ്രവിത, BJP 27 വർഷങ്ങൾക്ക് ശേഷം ഉജ്ജ്വല വിജയം ഡൽഹിയിൽ നേടിയെങ്കിലും 7 ദിവസം ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അന്തിമ പേരിലേക്ക് അത് പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനമാണ് ഇത് വൈകാൻ കാരണമായതെന്നാണ് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. ഇന്ന് വൈകിട്ടോടെ BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് ഈ മുഖ്യമന്ത്രിയുടെ പേരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുമാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ചേർന്ന് ഈ പേര് സംബന്ധിച്ച് തീരുമാനമെടുക്കും. തുടർന്ന് നാളെയോ മറ്റന്നാളോ ആയി BJPയുടെ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ച് ഔപചാരികമായി ഈ പേര് പ്രഖ്യാപിക്കാനാണ് BJP ആലോചിക്കുന്നത്. നിലവിൽ ഒരു 15 നേതാക്കളുടെ പേര് ഒരു പട്ടിക BJP നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. അത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തയ്യാറാക്കിയ ഒരു പട്ടികയാണ്. അതിൽ മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പല പരിഗണനകൾ അതിലുണ്ടാകും. സ്ത്രീ കൂടാതെ പട്ടികവർഗ വിഭാഗത്തിനുള്ള പ്രാതിനിധ്യം, ജാതി സമവാക്യങ്ങൾ എന്നിവ പൂർണ്ണമായും പാലിച്ച് പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് എത്തുക എന്നുമാണ് BJP ഉന്നത നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും അവസാന പേരിലേക്ക് എത്തുക. അതേസമയം ഒരു ഉപമുഖ്യമന്ത്രി പദം ഇത്തവണ ഡൽഹിയിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നേതാക്കൾ എല്ലാവരും തന്നെ നൽകുന്നത്. വ്യാഴാഴ്ചയോടെ ഡൽഹിയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.